രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? ഇത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ 24/1/26 നടന്ന ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. നമുക്ക് കാണേണ്ടത് എന്താ? വേഗതയാണ്. വേഗത കാണാൻ സൂത്രവാക്യം ദൂരം ബൈ സമയം. നമുക്ക് വില കൊടുക്കുക. ദൂരം എത്ര? 400 മീറ്ററാണ് ദൂരം. അപ്പോൾ നമുക്ക് ദൂരത്തിന് പകരം 400 എന്ന് എഴുതി. 400 മീറ്റർ ബൈ സമയോ 36 സെക്കൻഡാണ്. അപ്പോൾ 400 മീറ്റർ ബൈ 36 സെക്കൻഡ്. നമുക്ക് ഈ 400 ബൈ 36 നമുക്ക് 4 കൊണ്ട് വെട്ടിച്ചുരുക്കാം. അപ്പം മുകളിൽ 100ഉം അടിയിൽ 9ഉം വരും. 100 × 4 400, 9 × 4 36. അപ്പം 100 ബൈ 9 മീറ്റർ പ്രതി സെക്കൻഡ് എന്ന് കിട്ടി. ചോദ്യം വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാണ്. ഇത് സെക്കൻഡിൽ എത്ര മീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗത, ഈ വേഗത മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റാണ്. ഇതിനെ നമ്മൾ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കണം. മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗതയെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമ്മൾ 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗത നമ്മൾ അതിനെന്താക്കാം? കിലോമീറ്റർ പ്രതി മണിക്കൂർ ആക്കണം. അതിന് വേണ്ടിയിട്ട് 18/5 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ഈ 9ഉം 18ഉം വെട്ടിച്ചുരുക്കുമ്പോൾ മുകളിൽ 2 വരും. 29 18 ഇവിടെ 2 വരും. 5ഉം 100ഉം വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 20 വരും. 20 × 5 100. അപ്പോൾ ഇവിടെ വെട്ടിയ 20ഉം ഇവിടെ വെട്ടി കിട്ടിയ 2ഉം 20 × 2 എന്ന് വരും. 20 × 2 40. ഇപ്പോൾ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് മാറിയിട്ട് എന്തായി? കിലോമീറ്റർ പ്രതി മണിക്കൂർ.